ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യം തന്നെ പറയാണ്, 2 ദിവസമായിട്ട് വീഡിയോ ഇടാതിരുന്നത് എക്സാം ആയതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ടും ഞാൻ എക്സാമിൻ്റെ തലേന്നും അന്നും മാത്രമേ ഞാൻ വീഡിയോ ഇടാതിരുന്നിട്ടുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടലുണ്ട്. എൻ്റെ പഠിപ്പൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടലുണ്ട്. എന്തുകൊണ്ടാണ്? വെട്ടത്തിൽ നമ്മളെ ദിലീപ് പറഞ്ഞ പോലെ മനുഷ്യത്വം, വേറൊരു മനുഷ്യത്വം. ചുമ്മാ പറഞ്ഞ കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് യോഗോണിന് തേർഡ് എക്സാമിനേഷനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻഫർമേഷനൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ യോഗോണിൻ്റെ പരിശീലനമൊക്കെ വേറെ ലെവലിലേക്ക് മാറുകയാണ്. തവണ വെറും കസർത്ത് മാത്രമല്ല, നാനോയുടെ സഹായം കൊണ്ട് ഒരു വിർച്വൽ വേൾഡിലാണ് മൊത്തത്തിൽ അവൻ്റെ കളി നടക്കാൻ പോകുന്നത്. ആദ്യം അവൻ ഫൈറ്റ് ചെയ്തത് അവൻ്റെ ശത്രുവായ മൊഗിയത്തിൻ്റെ 10 അവതാറുമായിട്ടാണ്. പിന്നെ നോക്കുമ്പോൾ ഓനെ പഞ്ഞിക്കിട്ട് മതിയായപ്പോൾ പിന്നെ അവൻ വിളിച്ചത് ആരെയെന്ന് നിങ്ങൾക്ക് അറിയോ? ഒന്ന് ഊഹിച്ച് നോക്ക്. എനി ഗസ്? ഇല്ല അല്ലേ? ഞാൻ പറഞ്ഞുതരാം. സ്വന്തം ഗുരുവായ സിയോബ് മാങ്ങിനെ. അപ്പോൾ ഗുരുവിനെ തോൽപ്പിക്കാൻ ശിഷ്യന് കഴിയുമെന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. എന്താ നീ പറയണേ? അക്കാഡമി ഡെപ്യൂട്ടി പറഞ്ഞതല്ലേ ഇനി മുതൽ ഗ്രൂപ്പ് എക്സാമിനേഷൻ ഒന്നും ഉണ്ടാവൂലെന്ന്? അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് സെക്കൻഡ് എക്സാമിനേഷൻ പോലെ അല്ല. ഇത്തവണത്തെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ക്യാപ്പബിലിറ്റീസൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാമാണിത്. ഈ തേർഡ് എക്സാമിനേഷൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ തന്നെ ഹൈ വാരിയറാവാൻ വർത്തായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക. അതാണെങ്കിൽ ഫസ്റ്റ് റേറ്റ് മാർഷൽ ആർട്സ് പഠിച്ചവരും അയക്കണം, അറ്റ്ലീസ്റ്റ് 30 വർഷത്തെങ്കിലും ഇന്ത്യൻ പവേഴ്സ് ഉള്ളവരും അയക്കണം. അങ്ങനത്തെ ഉള്ളൂ ഹൈ വാരിയേഴ്സ് ആവാൻ കഴിയുക. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് എക്സാമിനേഷൻ പാസ്സായ 10ൽ 2 സ്റ്റുഡൻസിന് മാത്രമേ ഫസ്റ്റ് റേറ്റ് മാസ്റ്റർ ആവാനുള്ള സ്കില്ലുള്ളൂ. ഇനി നിനക്ക് ഇന്ത്യൻ പവേഴ്സിൻ്റെ കുറവാണെങ്കിൽ അത് ഡിമോണിക് ഡ്രാഗൺ മാർബിൾ കഴിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. അത് ശരിയാ. ഡിമോണിക് ഡ്രാഗൺ മാർബിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അധിക സ്റ്റുഡൻസിനും ചുരുങ്ങിയത് 30 വർഷത്തെങ്കിലും ഇന്ത്യൻ പവേഴ്സൊക്കെ കിട്ടും. അത് മാത്രമല്ല, അവർ മിസ് ചെയ്യണ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടിയുണ്ട്. ഫസ്റ്റ് റേറ്റ് മാർഷൽ ആർട്സിൻ്റെ സ്കില്ലില്ലേ? അതെ, ലൈബ്രറിയുടെ സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ സെക്കൻഡ് റേറ്റ് മാർഷൽ ആർട്സിൻ്റെ മാനുവൽസ് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് തന്നെ അധിക കുട്ടികളും തോക്കും. ഓ, അപ്പോൾ ഈ എക്സാമിൽ നമുക്ക് ഫസ്റ്റ് റേറ്റ് മാർഷൽ ആർട്സിൻ്റെ മാനുവൽസും കിട്ടുമല്ലേ? അത് കുറേ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, അതുകൊണ്ട് തന്നെ ഈ എക്സാം ഭയങ്കര ഈസി ആയിരിക്കും. ഇതിൽ മാർഷൽ ആർട്സ് മെമ്മറൈസ് ചെയ്യാൻ മാത്രമേ വേണ്ടിയിരുന്നുള്ളെങ്കിൽ ഏകദേശം നമ്മളിലെല്ലാവരും പാസ്സാവുമായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ ഈ ഫസ്റ്റ് റേറ്റ് മാർഷൽ ആർട്സിൻ്റെ മാനുവൽസിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് 7 ഡീമൻ സ്വാഡ് ടെക്നിക്കാണ്. സ്വാഡ് ഡീമൻ്റെ മാർഷൽ ആർട്സ് ടെക്നിക്കാണത്. ഇത് നമ്മുടെ കാലത്തെ ഹൈ വാരിയേഴ്സിനെ മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ആ, സ്വാഡ് ഡീമൻ്റെ ഫോർമേഷനല്ലേ? ഇത് ഞാൻ അതിനു മുന്നേ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ നമ്മളെ ഗോഡ് ജാങ്ങും യോവോണും തമ്മിലൊരു ഫ്ലാഷ് ബാക്ക് സീൻ ഇങ്ങനെ കാണിക്കുക. അതിൽ ഗോഡ് ജാങ് ആണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് യോവോണിന്. എത്ര ആൾക്കാരാണിത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണിത് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ മൊത്തത്തിലുള്ള ഇൻഫർമേഷനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓ, അപ്പോൾ ഇതിൽ 12 സ്വാഡ് ഫോർമേഷന് ഒരു അസെൻഡൻ്റ് മാസ്റ്ററിന് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും. ഒരു 36 സ്വാഡ് ഫോർമേഷന് ഒരു ട്രാൻസെൻഡ് മാസ്റ്ററിന് ഒറ്റയ്ക്ക് ചെയ്യാനും സാധിക്കും. പിന്നെ ഒരു 108 സ്വാഡ് ഫോർമേഷന് ഒരു ജെനസിസ് മാസ്റ്ററിന് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ? എൻ്റെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കാലത്തൊക്കെ 7 ഡീമൻ സ്വാഡ് ടെക്നിക്ക് പഠിക്കണമെങ്കിൽ ഒരു 12 ആൾക്കാരുള്ള ഗ്രൂപ്പ് വെക്കണമെന്ന്. 12 ആൾക്കാരുള്ള ഗ്രൂപ്പോ? അതെ, അതാണ് ഈ ടെക്നിക്കിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ. പക്ഷേങ്കിലും ഈ 7 ഡീമൻ സ്വാഡ് ടെക്നിക്ക് ജസ്റ്റ് മാസ്റ്റർ ചെയ്താൽ മാത്രം പോരാ. ഇത് പെർഫോം ചെയ്യൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരു ഫസ്റ്റ് റേറ്റ് മാസ്റ്റർ അല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടാണ്. അവർക്കൊന്നും മനസ്സിലാക്കാനേ കഴിയില്ല. ഓ, അപ്പം നീ സ്പെയറിംഗ് മാച്ച് വെച്ചത് എനിക്കതിനുള്ള സ്കില്ലുണ്ടോയെന്ന് അറിയാനാണല്ലേ? അതെ, പക്ഷേ എനിക്ക് ഒരു കോഡിഫൈഡ് ഫോം വെച്ചിട്ട് ഒരിക്കലും നിങ്ങളെ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിൻ്റെ സ്കില്ല് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്നോടൊപ്പം ചേരാൻ നിന്നോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുക. നിന്നോടൊപ്പം ഞാൻ ചേരേ? എന്ത് നീ പറയണേ? ഓ, ഇതിലത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം നിന്നോട് പറയാൻ ഞാൻ മറന്നുപോയി. ഈ തേർഡ് എക്സാമിനേഷനിൽ സ്റ്റുഡൻസ് എല്ലാവരും സ്വന്തമായിട്ട് തന്നെ ഒക്കെ നടത്തണം. മാർഷൽ ആർട്സ് പഠിക്കലും ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കലും ഒക്കെ. എന്നിരുന്നാലും ഞാൻ കേട്ടിരിക്കണത്
സെക്കൻഡ് എക്സാമിനേഷൻ്റെ വാല്യുവേഷൻ അനുസരിച്ചിട്ടാവും ഗ്രൂപ്പ് ലീഡേഴ്സിനെ ഡിസൈഡ് ചെയ്യാന്നാ. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് ലീഡേഴ്സ് ആവോ ഈ മെമ്പേഴ്സിനൊക്കെ ചൂസ് ചെയ്യുക? അതെ. അതുകൊണ്ട് തന്നെ ചില സ്റ്റുഡൻസിന് ചില ഗ്രൂപ്പിൽ പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ തേർഡ് എക്സാമിനേഷന് മെയിനായിട്ട് ഈ സിക്സ് സെക്ടത്തെ യങ് മാസ്റ്റേഴ്സിന് വേണ്ടി നടത്തുന്നതാണ്. നമ്മളെപ്പോലുള്ള ഓർഡിനറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതല്ല അത് കാര്യമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ എക്സാം മൈനർ പ്രീസ്റ്റ്ഹുഡിൻ്റെ ബാറ്റിനുള്ളൊരു തുടക്കമാവും. അലോട്ട് ചെയ്ത ടൈമിൽ മെമ്പേഴ്സിനൊക്കെ കൂട്ടി 7 ഡീമൺ ഷോട്ട് ടെക്നിക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി പുറത്താവാനാണ് അപ്പോൾ സാധ്യത. പക്ഷേ ചില സ്റ്റുഡൻസിന് ചില ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അതിനും പറ്റും നീ പറഞ്ഞില്ലേ. പക്ഷേ ഓർഡിനറി സ്റ്റുഡൻസിന് ഈ എക്സാമിനേഷൻ പാസ്സാവണമെങ്കിൽ അവരുടെ ഗ്രൂപ്പ് ലീഡേഴ്സിനെ ആശ്രയിക്കല്ലാതെ വേറൊരു വഴിയില്ല. ഓ, അപ്പം അതുകൊണ്ടാണല്ലേ ഞാൻ നിൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നീ റിക്വസ്റ്റ് ചെയ്യണത്. അതെ, മെമ്പേഴ്സിനൊക്കെ ഒരുമിച്ച് കൂട്ടി ഷോർട്ട് ഫോർമേഷനൊക്കെ പഠിക്കണത് ഈ ഒരു എക്സാമിനേഷൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഈ പരീക്ഷയ്ക്ക് നമ്മളോട് ഏത് ബാറ്റിൽ സ്റ്റൈലാണ് ചെയ്യാൻ പറയാന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സ്കിൽഫുള്ളായിട്ടുള്ളതും ടീമിനെ വിജയത്തിലേക്ക് ലീഡ് ചെയ്യണതായിട്ടുള്ളൊരു ലീഡറിനെ ആവശ്യമാണ്. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ നിനക്കൊരു സ്മാൾ ഗിഫ്റ്റ് കൂടി ഉണ്ടെന്നുള്ളത്. ആ ഗിഫ്റ്റ് ഞാൻ തന്നെയാണ്. ഓ, അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. പക്ഷേ ഞാൻ ഗ്രൂപ്പ് ലീഡർ ആയില്ലെങ്കിലോ? ഏയ്, എനിക്കുറപ്പാ നീ എന്തായാലും ലീഡർ ആവും. ആ, എന്തായാലും ഈ എക്സാം നിനക്ക് പാസ്സാവണമെങ്കിൽ ഇന്നെപ്പോലെ നല്ല സ്കില്ലുള്ള ഒരു മെമ്പറിന് നിനക്ക് എന്തായാലും ആവശ്യമാണ്. സ്കില്ലൊന്നും ഇല്ലാത്ത പൊട്ടന്മാരൊന്നും നിന്റെ ടീമിലേക്ക് വരണമെന്ന് നീയും ആഗ്രഹിക്കണമെന്നില്ലല്ലോ. അവൻ പറയണതൊക്കെ ശരിയാ. എനിക്കെന്തായാലും ലീഡർ പൊസിഷനൊക്കെ എടുക്കാൻ കഴിയും. പക്ഷെ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെ കളിക്കുന്നുണ്ട്. ആ, മറ്റേ മെത്തേഡൊന്ന് യൂസ് ചെയ്ത് നോക്കാം. പക്ഷേ എന്തിനാ നീ എൻ്റെ അടുത്തേക്ക് വന്ന്? നീ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ നിനക്ക് ആ സിക്സ് സെക്ടറിലുള്ള യങ് മാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോയിക്കൂടെ? അല്ലെങ്കിൽ സെക്കൻഡ് എക്സാമിനേഷൻ പാസ്സായി ലീഡേഴ്സിൻ്റെ അടുത്തേക്കൊക്കെ പോയിക്കൂടെ? അത് ഞാൻ നിനക്കൊന്നും തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ പറയാതിരുന്നതാ. ഇതുപോലത്തെ ഓഫർ ഞാൻ ഷാഡോ സെക്ടത്തെയും സ്വാഡ് സെക്ടത്തെയും യങ് മാസ്റ്റേഴ്സിനും കൊടുത്തായിരുന്നു. എന്നിട്ടെന്താ നീ റിജക്റ്റ് ആയോ? അതെ, അവർ രണ്ടുപേരും ഓൾറെഡി അവരുടെ ആൾക്കാരൊക്കെ കണ്ടെത്തിയിരുന്നു. അപ്പം നീ പറഞ്ഞു വരുന്നത് നീ എന്നെ ഒരു ബാക്കപ്പ് പ്ലാനായിട്ടാണ് കണ്ടിരുന്നതെന്നാണ്. അത് ശരിയാണ്. പക്ഷെ എന്നാലും ഞാൻ നിന്നെ തന്നെ ഉള്ളൂ എന്തായാലും ചൂസ് ചെയ്യായിരുന്നേ. കാരണം നമ്മൾ രണ്ടുപേരും സേബർ പഠിക്കുന്ന ആൾക്കാരാണ്. ഓ, അങ്ങനെയാണല്ലേ. എന്നെ നിന്റെ ടീമിലേക്ക് എടുക്കുവോ? എന്നെ നിന്റെ ഫുൾ ടൈം സബോർഡിനേറ്റ് ആയിട്ട് എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ തേർഡ് എക്സാമിനേഷൻ ഒന്ന് പാസ്സാവാൻ വേണ്ടി എന്നെ സഹായിക്കുമോ നീ? യോവോണൊന്ന് ചിരിച്ചു. താങ്ക് യു ലോട്ട്. നോ. എന്ത്? ഇല്ല എന്നല്ലേ ഞാൻ പറഞ്ഞ നിന്നോട്. എന്നെ യോവോൺ അവിടുന്ന് പോന്നു. ഞാനോ? അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ഭാവങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തേ. ഈ ഫങ്ഷൻ വെച്ചിട്ട് പറയണത് കറക്റ്റ് നുണയാണോന്നൊന്നും കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരും ഇതിൽ. പിന്നെ ഞാൻ അതൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ഓരോ കാര്യങ്ങൾ പറയുമ്പം ഇത്ര പെർസെൻറ്റേജ് അത് നുണയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയണില്ല. അവൻ സൈബറിൻ്റെ പാത്തിലാണെന്ന് പറയുകയും ചെയ്തു. എന്നിട്ടാണെങ്കിൽ ഷാഡോ സെക്ടത്തെയും സോഡ് സെക്ടത്തെയും യങ് മാസ്റ്റർമാരെ മാത്രമേ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവൻ സൈബർ സെക്ടത്തെ യങ് മാസ്റ്ററെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ? ഓ, തേർഡ് എക്സാമിനേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ അറിഞ്ഞതിന് ശേഷം അവൻ നോ പറഞ്ഞോ? അവൻ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. അവനാണെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻസൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും ചെയ്തു. എന്നിട്ട് നിന്നെ അങ്ങോട്ട് ഒഴിവാക്കുകയും ചെയ്തു അല്ലേ. എനിക്കല്ലെങ്കിലേ അറിയായിരുന്നു ഇതുപോലെ ചീപ്പ് ട്രിക്സ് ഒന്നും അവൻ്റെ അടുത്ത് വർക്കാവൂല എന്ന്. പക്ഷേ നമ്മുടെ പ്ലാൻസ് ഒന്നും. ഓ, നീ ചെയ്യാൻ പോണത്? അവൻ്റെ അടുത്ത് പോയിട്ട് ഇറക്കാൻ പോവുകയാണോ നിന്നെ ടീമിലെടുക്കണമെന്നും പറഞ്ഞിട്ട്? നീ എന്താ വിചാരിച്ച് അവൻ മണ്ടനാണെന്നോ? എൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ നീ അവൻ്റെ ടീമിൽ എങ്ങനെയും കയറി പറ്റിയിട്ട് എക്സാമിനേഷൻ്റെ അന്ന് അവൻ്റെ ടീമിൽ നിന്ന് നീ പുറത്തിറങ്ങണം. അതുകൊണ്ട് തന്നെ മെമ്പേഴ്സിൻ്റെ എണ്ണം തികയാത്തതുകൊണ്ട് ഓനെ എന്തായാലും ഫെയിലായി പോവും. അതേന്ന് ഞാൻ വിചാരിച്ചെന്തു. നീ പറഞ്ഞതുപോലൊക്കെയാണ് നടന്നിരുന്നെങ്കിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. പക്ഷേ ഇങ്ങനത്തെ ചീപ്പ് ട്രിക്കിലൊന്നും അവൻ തോറ്റുപോവില്ല. അവൻ മൈനർ പ്രീസ്റ്റ്ഹുഡിനുള്ള മനസ്സിലാർത്തി അല്ലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും ഞാൻ അവനെൻ്റെ ടീമിൽ ചേർക്കുമായിരുന്നു. യങ് ലോട്ട്,
എനിക്കൊരു അവസരം കൂടി തരൂ. നമുക്ക് ചെയ്യാൻ പറ്റിയ പ്ലാൻസൊക്കെ ഇനി എൻ്റെ കയ്യിലുണ്ട്. പ്ലീസ്. അത് കുഴപ്പമില്ല. ഇനി നീ എന്തായാലും അതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. സമയം കളയാതെ വേഗം പോയി ഒരു ഗ്രൂപ്പ് കണ്ടുപിടിച്ച് അതിൽ ജോയിൻ ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ ആർക്കറിയാം, ചിലപ്പോൾ നീ തന്നെ ഒരു ഗ്രൂപ്പ് ലീഡറായി മാറിയേക്കാലോ. അപ്പോൾ നിങ്ങൾ എന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ എടുക്കുന്നില്ലേ? ശേടാ, അത് വിട്ടേക്കടാ. ഞാനൊക്കെ എനിക്ക് വേണ്ട ആൾക്കാരെ ഓൾറെഡി കണ്ടെത്തിക്കണു. നിന്നെപ്പോലത്തെ ഒരു വേസ്റ്റിനൊന്നും എൻ്റെ ടീമിലോട്ട് വേണ്ട. നിന്നെപ്പോലത്തെ കഴിവില്ലാത്ത നായ്ക്കളൊന്നും എനിക്ക് വേണ്ടടാ. അവൻ വ്യോംപയെ ഒറ്റ വെട്ടിനെന്നെ വീഴ്ത്തിയില്ലേ? 2 ദിവസം മുന്നേ ഞാൻ അവൻ്റെ സ്കില്ല് കണ്ടതാ. എനിക്കുറപ്പാ ഇപ്പം അവൻ എന്തായാലും ആ ലെവലിലല്ലാന്ന്. എനിക്ക് മനസ്സിലാവണില്ല ശരിക്കും ഇവിടെ എന്താ സംഭവിക്കണോ. ഞാൻ എന്തായാലും കണ്ടുപിടിക്കും അത്. അത് അവൻ്റെ ട്രൂ സ്കില്ലാണോ അത് വെറും ലക്ക് മാത്രമാണോന്ന്. പിന്നെ കാണിക്കണത് നമ്മുടെ യോവൂണ് ട്രെയിനിങ് റൂമിലിരിക്കണതാണ്. ഓ, അപ്പം നമ്മൾ 11 ആൾക്കാരെയും കൂടെ കൂട്ടി നല്ലൊരു ബെസ്റ്റ് ടീം ഉണ്ടാക്കണല്ലേ. പക്ഷേ അക്കാഡമി ഡെപ്യൂട്ടി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അഥവാ അവൻ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിലോ? ഗ്രൂപ്പ് 8ത്തെ കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ മൈൻഡിൽ. പക്ഷെ അത് മാത്രം പോരാ, ഇനി ആൾക്കാർ വേണം. പക്ഷേ അവരൊക്കെ എൻ്റെ ഗ്രൂപ്പിലോട്ട് ചേരുന്നൊരു ഉറപ്പുമില്ല. ആ, ഇതിനെക്കുറിച്ചൊക്കെ ഇനി ഡോർമെട്രി പോയിട്ട് പിന്നെ ചിന്തിക്കാം. ഇപ്പം ഞാൻ എന്തായാലും എൻ്റെ ട്രെയിനിങ് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഞാനോ ലൈബ്രറിയിലത്തെ ഫസ്റ്റ് ഫ്ലോറത്തെയും സെക്കൻഡ് ഫ്ലോറത്തെയും മാനുവൽസ് നീ സ്കാൻ ചെയ്തതൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞോ? യെസ്. ഫസ്റ്റ് ഫ്ലോറത്തെ 55 മാനുവൽസും സെക്കൻഡ് ഫ്ലോറത്തെ 56 മാനുവൽസും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഈ ടെക്നിക്കും മൂവ്മെൻറ്റ്സും ഒക്കെ വെച്ച് ഞാൻ പറയണ ഒരാളുടെ അവതാരമായിട്ട് നിനക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? സാധിക്കും. ഏത് വ്യക്തിയാണോ വേണ്ടത് വെച്ചാൽ പറഞ്ഞാൽ മതി. ശരി, എങ്കിൽ ലൈബ്രറിയിൽ നിന്ന് സ്കാൻ ചെയ്ത ഫസ്റ്റ് ടെക്നിക്ക് വെച്ച് തുടങ്ങാം. പെട്ടെന്ന് മുഖിയത്തിൻ്റെ അവതാരം അവിടെ പ്രത്യക്ഷപ്പെട്ടു. എടാ നായേ, വാട എൻ്റെ അടുത്തേക്ക്. എപ്പോഴും ഞാൻ നിൻ്റെ അടുത്തേക്കല്ലേ വരല്, പ്രാവശ്യം ഒന്ന് നീ എൻ്റെ അടുത്തേക്ക് വാ. എനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ പിന്നാലെ വരും. ചാവടാ. പിന്നെ നമ്മളെ കാണിക്കുന്നത് മുഖിയത്തിൻ്റെ അവതാറും യോവോണും തമ്മിലൊരു ഫൈറ്റാണ്. അതിൽ മുഖിയത്തിൻ്റെ അവതാറിൻ്റെ കഴുത്തൊടിഞ്ഞു പോയി. ഏ, എന്താ ഇത്? വെറും 3 ദിവസം മുന്നേ ഞാൻ ആരുടെയും കഴുത്തിനൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് നിലത്തേക്ക് വീഴുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിനക്ക് എന്നെ പിടിക്കാൻ മാത്രമുള്ള സ്കില്ലൊക്കെ കിട്ടിയില്ലേ, ഞാൻ നിന്നെ പിന്നെ എടുത്തോളാടാ എന്നും പറഞ്ഞ മുഖിയത്തിൻ്റെ അവതാരം എല്ലാം മാഞ്ഞു പോയി. ബോഡി ആൾട്രേഷനും അവേക്കനിങ്ങും കാരണം എൻ്റെ ഇൻറ്റേർണൽ പവേഴ്സ് കൂടിയോണ്ട് തന്നെ മുഖി വന്നപ്പോൾ എൻ്റെ മുന്നിൽ ഒന്നും അല്ലാതെയും മാറി. നാശം. ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ ഞാനിതൊരു സെക്കൻഡ് റേറ്റ് മാർഷൽ ആർട്സൊക്കെ മാറ്റിയാൽ പോലും ഇതിൽ വലിയ ചേഞ്ചൊന്നും വരാൻ പോണില്ല. മുഖിയത്തിൻ്റെ 5 അല്ല 10 അവതാരണമുണ്ടാക്കി. അതിൽ ഓരോന്നും ഡിഫറെൻറ്റ് സെക്കൻഡ് റേറ്റ് മാർഷൽ ആർട്സ് ടെക്നിക്ക് ഉപയോഗിക്കുന്ന രീതിക്ക്. പിന്നെ നമ്മളെ കാണിക്കുന്നത് നാനോ മുഖിയത്തിൻ്റെ 10 അവതാരണയും ഉണ്ടാക്കി കൊടുത്തു. നാനോ 10 കുറച്ച് ഓവറല്ലേ എന്നൊരു സംശയം. അതൊന്ന് കുറച്ചളാ. അത് പറഞ്ഞപ്പോഴത്തേനും മുഖിയത്തിൻ്റെ അവതാറിൻ്റെ സ്ഥിരം ഡയലോഗുകൾ വരാൻ തുടങ്ങി. ഇത് കേട്ടിട്ട് യോവണ് ആകെ ദേഷ്യത്തിലായി. ഞാൻ ചോദിച്ചു, അവതാറിൻ്റെ നമ്പറിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന്. വേണ്ട, അത് വിട്ടേക്ക്, സിമുലേഷൻ തുടങ്ങിക്കോ, ഇവരെ എല്ലാവരും ഞാൻ ഒന്ന് തീർക്കും. പിന്നെ നമ്മളെ കാണിക്കുന്നത് മുഖിയത്തിൻ്റെ ഓരോ അവതാറും ഓരോ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് യോവോണിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്യണതാ. യോവോണും അതിൻ്റെ ഒപ്പം ചാടി മറിഞ്ഞ് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് കൊണ്ടങ്ങ് ചാടിയപ്പം നേരെ തല പോയിട്ട് ടെറസിലാണ്ട് ഇടിച്ചു. ഓ, അത് ശരിക്കും വേദനിച്ചു. ഈ സിമുലേഷൻ കാരണം ഈ റൂം ഇത്ര ചെറുതാന്നുള്ള കാര്യം ഞാൻ പറ്റ മറന്നുപോയി. പിന്നെ നമ്മളെ കാണിക്കണത് പ്രൊഫസർ വന്നിട്ട് ആ ടെറസ് നോക്കണതാ. നീ ആ സീലിങ്ങിലും ക്രാക്ക് ആക്കിയോ? നിന്നെക്കൊണ്ട് വലിയ തലവേദന ആയാലോ. നിനക്ക് ഞാൻ ലാസ്റ്റ് ടൈം തന്നെ ഒരു വാർണിംഗ് തന്നതല്ലേ. ഇപ്പം നീ എന്തായാലും പേഴ്സണൽ ട്രെയിനിങ് റൂം യൂസ് ചെയ്യണതിന് ഒഫീഷ്യലി ബാൻ അയക്കുക. ഐ ആം റിയലി സോറി സാർ. എൻ്റെ ഒപ്പം വാ. പിന്നെ യോവോണിനെ വേറൊരു ബിൽഡിങ്ങിലുള്ള ഒരു ട്രെയിനിങ് റൂമൊക്കെ കൊണ്ടുപോയി. ഇനി മുതൽ നീ ഇവിടെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനിയും നിന്നെ അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിച്ചാൽ നീ ഓരോ ചുമരായിട്ട് തകർത്തുകൊണ്ട് നിൽക്കും. ഇത് ഏതാ സ്ഥലം? ഇതെന്തായാലും ഭയങ്കര വലിയ സ്ഥലമാണ്. നോർമലി ഈ റൂം 4th എക്സാമിനേഷൻ പാസ്സായി അസെൻഡൻ്റ് മാസ്റ്ററിൻ്റെ ലെവൽക്കൊക്കെ എത്തിയ ഒരു സ്റ്റുഡൻസിന് മാത്രമേ തുറന്നു കൊടുക്കാറുള്ളൂ. ശരിയാ, നീ ഇപ്പോഴും ആ പരീക്ഷ ഒന്നും പാസ്സായിട്ടില്ല. പക്ഷേ നീ ഇപ്പം തന്നെ അവിടെ കുറേ ആക്സിഡൻസ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ അക്കാഡമി ഡെപ്യൂട്ടി
നിനക്ക് കുറച്ച് നേരത്തെ തന്നെ ഈ റൂം യൂസ് ചെയ്യാനുള്ള പെർമിഷൻ തന്നതാ. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത് എൻ്റെ സ്കില്ല് ആ ഒരു ലെവലിലോട്ട് റീച്ച് ചെയ്തുവെന്ന്? അറ്റ്ലീസ്റ്റ് അസെൻഡൻ്റ് മാസ്റ്റർ ലെവൽക്ക് എത്തിയാൽ മാത്രമേ പേഴ്സണൽ ട്രെയിനിങ് റൂമിൻ്റെ സെഞ്ചുറി സ്റ്റോണൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചുമര് അഡമൻറ്റൈൻ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതാ. നീ എന്ത് തന്നെ ചെയ്താലും ഈ ചുമര് പൊട്ടൂല. അപ്പോൾ ഇനി ഇതുപോലത്തെ ആക്സിഡൻസ് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് വറി ചെയ്യണ്ട. നിൻ്റെ ട്രെയിനിങ്ങിൽ നീ ഫോക്കസ് ചെയ്തോ. താങ്ക് യു സാർ. ട്രെയിനിങ്ങിന് സിമുലേഷൻ യൂസ് ചെയ്യാൻ ഈ റൂം ധാരാളമാണ്. ഞാനോ? സമയം എന്തായി? 9 മണിയായി. ഓ, അപ്പോൾ എനിക്ക് കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. ഫസ്റ്റ് റേറ്റ് മാസ്റ്ററായിട്ടുള്ള ആൾക്കാരൊപ്പം ഫൈറ്റ് ചെയ്യാൻ എനിക്കൊരു വഴിയില്ല. ഇനി ഞാൻ ആ മുഖ്യത്തിൻ്റെ 10 അവതാറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തന്നെ വേണോ? ഞാനോ? എനിക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സർ സിയോമാങ്ങിൻ്റെ അവതാറിനെ ഒന്ന് നീ റീക്രിയേറ്റ് ചെയ്യൂ. ഇൻഫർമറിയിൽ നിന്ന് സ്കാൻ ചെയ്ത് വെച്ച് ഞാൻ റീക്രിയേറ്റ് ചെയ്യുക. 10 മുഖ്യത്തിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്യണതിലും എത്രയോ മേലെയാണ് കുടിച്ചിട്ടുള്ള സർ സിയോമാങ്ങിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്യണത്. ഞാനും സർ സിയോമാങ്ങിൻ്റെ അവതാറിൻ്റെ ഉണ്ടാക്കി കൊടുത്തു. എനിക്കറിയാം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ജസ്റ്റ് ഒരു അവതാർ മാത്രമാണ്. പക്ഷേ സർ സിയോമാങ്ങിൻ്റെ അവതാറുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സൈറ്റ്മെൻറ്റ് എനിക്ക് മുഖ്യത്തിൻ്റെ അവതാറുമായിട്ട് കിട്ടുന്നില്ല. പിന്നെ നമ്മളെ കാണിക്കുന്നത് സർ സിയോമാങ്ങിൻ്റെ അവതാറുമായിട്ട് യോവോണ് ഫൈറ്റ് ചെയ്യണതാ. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ യോവോണിന് പൊതിരെ കിട്ടിക്കൊണ്ടിരിക്കുക. തലങ്ങും വേലങ്ങും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഞാൻ ഒരിക്കലും അവർക്കൊരു ഓപ്പോണൻ്റ് അല്ലാന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചത് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫൈറ്റിംഗ് ഫോമെങ്കിലും താങ്ങാൻ പറ്റുമെന്നാ. അപ്പോൾ ഡിമോണിക് കൾട്ടിലെ ടോപ്പ് 10 മാർഷൽ ആർട്ടിസ്റ്റുമാരിൽ ഒരാളുടെ ശക്തി ഇതാണല്ലേ. പിന്നെ യോവോണ് പിന്നെയും ഫൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണ അവന് ആ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ അൾട്ടിമേറ്റ് ടെക്നിക്കും യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെയും രണ്ടാളും നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇപ്രാവശ്യം യോവോണ് അങ്ങോട്ടും കുറേ കൊടുക്കുന്നുണ്ട്. ഓ, ഇത് വർക്കാവുന്നുണ്ട്. പെട്ടെന്ന് സിയോമാങ്ങിൻ്റെ അവതാറ് യോവോണിനെ അങ്ങോട്ട് തെറിപ്പിച്ച് വിട്ടു. അവനൊരു ചുമരിൽ പോയി ഇടിച്ച് നിലത്തേക്ക് വീണു. നാശം. ആ അൾട്ടിമേറ്റ് ടെക്നിക്കും സർ സിയോമാങ്ങിൻ്റെ അവതാറുമായിട്ട് വർക്കാവണില്ലേ? അല്ല, എന്താ അത്? അത് സിയോമാങ്ങിൻ്റെ അവതാറിന് മുറിവ് പറ്റിയതാണോ? ഈ ലാസ്റ്റ് ഫോം വെച്ച് അദ്ദേഹത്തിൻ്റെ നെറ്റിമ തന്നെ എനിക്ക് അടിക്കാൻ സാധിച്ചു. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് സർ സിയോമാങ്ങിൻ്റെ അവതാറിന് കുറച്ചൊക്കെ എനിക്ക് അടിക്കാൻ പറ്റി. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ രണ്ടാളുടെയും മാർഷൽ ആർട്സ് ഗ്യാപ്പ് ഇപ്പോഴും ഭയങ്കര വലുതാ. എനിക്കൊരിക്കലും അദ്ദേഹത്തിന് അടിച്ചു വീഴ്ത്താൻ കഴിയില്ല. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരു ഡ്രോ മാർഷൽ ആർട്സ് മാസ്റ്റർമാരെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ അക്കാഡമിയിൽ എനിക്കെന്തായാലും 6 എക്സാമിനേഷൻസ് തീർക്കാൻ 4 കൊല്ലമുണ്ട്. ആ 4 കൊല്ലം കൊണ്ട് ഞാൻ എന്തായാലും സർ സിയോമാങ്ങിൻ്റെ മേലെ എത്തും. ഇപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ അവതാറുമായിട്ട് തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അങ്ങനെ സിമുലേഷനിലാണെങ്കിൽ പോലും ഗുരുവിൻ്റെ തലയിൽ തന്നെ ഒരു കുത്തു കൊടുക്കാൻ യോവോണിന് സാധിച്ചു. ഓൻ്റെ പവർ കൂടിയെന്നുള്ളത് ഇതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി റിയൽ ലൈഫിലേക്ക് ഇറങ്ങണം. എന്നിട്ട് വേണം എനിക്ക് 11 പേരെ കണ്ടെത്താൻ. ഈ പുതിയ പവർ വെച്ചിട്ട് യോവോൺ ആരൊക്കെ ടീമിലെടുക്കും അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ശരി, ബൈ ബൈ.